ശ്രീല മാം നമസ്കാരം. ഈ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ട മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ശവം അല്ലെങ്കിൽ ഒരു മൃതശരീരം അടക്കുന്നതിന് 75,000 രൂപ കണക്കിലാണ് കൊടുത്തേക്കുന്നത്. അതിന് പുറത്തു വരുന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ സഹാക്കന്മാർ തന്നെ പറയുന്നത് ഇരട്ടിച്ച് കാണിച്ചാലേ കേന്ദ്രത്തിൽ നിന്ന് പണം കൂടുതൽ കിട്ടൂ എന്നുള്ളതാണ്. സത്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതം വരുമ്പോൾ ആശ്വാസത്തിന് എടുക്കേണ്ട ഫണ്ടാണോ ഇതൊക്കെ? സാധാരണ ജനങ്ങളെ വിഡ്ഢികളാക്കി എത്ര നാൾ ഇവരിങ്ങനെ മുന്നോട്ട് പോകും? തന്നെ മുഖ്യമന്ത്രിക്ക് ദുരിതം വരുമ്പോഴെന്നല്ല, കേരളത്തിലെ ഓരോ ദുരന്തവും പണം ഉണ്ടാക്കാനുള്ള മാർഗം മാത്രമായാണ് ഇടതുപക്ഷത്തെ സർക്കാർ ഉപയോഗിക്കുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നലെ നമ്മൾ കണ്ട ആ കണക്കുകൾ. ആ കണക്കുകൾ ഇപ്പോ മാധ്യമങ്ങൾ പുറത്തു വിട്ടതോടുകൂടി, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് അത് പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്ത് ജനങ്ങൾ അറിയുന്നതും മറ്റ് ചാനലുകൾ ചർച്ച ചെയ്യുന്നതും പോലും. ഇല്ലെങ്കിൽ നമുക്കറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കൊരു ഇരട്ടത്താപ്പുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തേക്ക് മാത്രം ചരിഞ്ഞു നിന്നുകൊണ്ട് അവരുടെ ഭാഗം ചിന്തിക്കുന്നവരാണ്. അവിടെ കണക്കിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു പ്രസക്തിയുമില്ല. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ഒരു പോസ്റ്റ് ഇട്ടതിന് അഖിൽ മാരാർ എന്തൊക്കെയാണ് അനുഭവിക്കേണ്ടി വന്നതെന്ന് നമുക്കറിയാം. അഖിൽ മാരാറെ 1 മണിക്കൂർ ഇവിടെ വിളിച്ചിരുത്തി, സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് 24-ലെ ഏറ്റവും മികച്ച അവതാരകൻ എന്ന് അവകാശപ്പെടുന്ന ഹാഷ്മി നടത്തിയ ഒരു ചർച്ച നമ്മൾ കണ്ടതാണ്. എത്ര ബുദ്ധിമുട്ടിയാണ് ഹാഷ്മി ഈ വിഷയത്തെ ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്നലെയും ഹാഷ്മി ആ വാർത്ത 24 തന്നെയാണ് 24 കൊടുത്തിരുന്നെങ്കിലും പിന്നീട് ആ വാർത്തയിൽ, അതായത് വരവ് ചെലവ് കണക്കുകളല്ല, അപ്പോഴത്തെ കണക്കുകളല്ല, ഇനിയും വരാനുള്ള ചെലവുകളാണ്, അത് എസ്റ്റിമേറ്റ് ആണ് എന്നുകൊണ്ട് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് ചാനൽ ചർച്ചകളിൽ ഞാൻ കണ്ടു. ഏതായാലും ഈ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോ കിട്ടിയ യഥാർത്ഥമായ കണക്ക് എന്നത് ആ മലയാള അർത്ഥത്തിൽ ഒരു പക്ഷേ ഇവരങ്ങ് എടുത്തിട്ടുണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ എന്താണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ, അക്കൗണ്ടിങ് അറിയാവുന്ന ആൾക്കാരോട്, അക്കൗണ്ടിങ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ്. അത് മാത്രമല്ല, ദ റെക്കോർഡഡ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം എന്നാണ് അതിന്റെ ഈ ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ഇതുള്ളത്. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കേരളത്തിന് പ്രത്യേക അക്കൗണ്ടിങ് മോഡൽ ഉണ്ട്. ഒരു മോഡൽ പുതിയത് ഉണ്ടാക്കുകയാണോ എന്ന സംശയമുണ്ട്. ഇപ്പൊ പറയുന്നത് കിട്ടാനുള്ള കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയാൽ മാത്രമേ കേന്ദ്രം അവിടെ നിന്ന് കൊടുക്കുകയുള്ളൂ. ഈ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ ബുദ്ധിയില്ലാത്ത ആൾക്കാരാണോ? പിണറായി വിജയൻ കൊടുക്കുന്ന ഈ കണക്ക് കാണുമ്പോൾ ഇത് ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കാനും ഈ കണക്കുകൾ വ്യാജമാണെന്നും ഈ കണക്കുകൾ പ്രകാരമുള്ള കാര്യങ്ങളല്ല ഇവിടെ നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75 ലക്ഷം രൂപ ചെലവായി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ആക്ച്വൽസിൽ അത് കണക്ക് കൂട്ടുമ്പോൾ 1,75,000-ഓളം രൂപ, അതായത് 6 കോടിയാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 1,75,000 രൂപയോളം ഒരു ഡെഡ് ബോഡി സംസ്കരിക്കാനായി ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ശവം ഇവിടെ പൈസ കൊടുത്തിട്ടാണോ സംസ്കരിച്ചത്? ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും മറ്റുള്ളവരും ഒക്കെ ചേർന്നാണ് ഈ പണമെല്ലാം, ഈ സംസ്കരണമെല്ലാം നടത്തിയിട്ടുള്ളത്. ഈ സംസ്കാരം നടത്തിയിട്ടുള്ള ആ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതുകൂടി കണക്കെഴുതി ചേർത്തുകൊണ്ട് ഇത്രയും തുക കേന്ദ്രത്തിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇവിടെ പാലത്തിന്റെ അടിയിൽ കല്ല്, അതായത് മിലിറ്ററി പണിത പാലത്തിന്റെ അടിയിലെ കല്ല് നികത്താനായി 1 കോടി രൂപ. ഇവിടെ അവിടുത്തെ വോളണ്ടിയേഴ്സിന് ഫുഡ് കൊടുക്കാനായി, ഫുഡ് വേണ്ട ഇനി കൊടുക്കണ്ട എന്ന് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളോട് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് വോളണ്ടിയേഴ്സിന് ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ പണം എഴുതി ചേർത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എത്ര കോടി രൂപയുടെ തട്ടിപ്പിലാണ് ഒരുക്കിയത്? ഏതാണ്ട് ഒരു 1,500 കോടി രൂപയ്ക്ക് മുകളിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമമാണ് ഈ കേരളത്തിലെ സർക്കാർ നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു കണക്കെഴുതി കേന്ദ്രത്തിന് കൊടുത്താൽ, ഇരട്ടി പെരുപ്പിച്ച് കാണിച്ചെങ്കിലേ കിട്ടൂ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു കണക്കെഴുതി കൊടുത്താൽ ആ കണക്കെല്ലാം അംഗീകരിക്കപ്പെടുമെന്നാണോ? ഈ കണക്ക് കൊടുത്തത് കൊണ്ട്, ഇത്തരത്തിലുള്ള വ്യാജ കണക്കുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ഒന്നും കിട്ടേണ്ട മുതലുകൾ കിട്ടാതെ പോകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇത്ര ക്ലെയിം ചെയ്തിട്ടുണ്ട്, ഇത്ര രൂപ കിട്ടേണ്ടത്, ഞങ്ങൾക്ക് 200 കോടിയെ തന്നുള്ളൂ, 2,000 കോടി ചോദിച്ചു 200 കോടിയെ തന്നുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ, അതായത് എല്ലാ കാലവും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പടിയായി തന്നെയാണ് ഇതിൽ ഈ ഒരു സംഭവത്തെയും കാണേണ്ടത്. ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതുപോലെ JCB ഇവിടെ ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്ഥലം നൽകിയത് വേറൊരാൾ, ഇവിടെ കുഴിയെടുത്തത് മറ്റ് ആൾക്കാർ. ഇതൊന്നും പണം വാങ്ങിച്ചിട്ടല്ല ചെലവാക്കിയിട്ടുള്ളത്. സേവാഭാരതി പോലുള്ള സംഘടനകൾ എത്ര മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്?
ഒരു പൈസ പോലും വാങ്ങിക്കാതല്ലേ എല്ലാ സംഘടനകളും ഒരു പൈസയും വാങ്ങിക്കാതെ ചെയ്ത കാര്യത്തെ എങ്ങനെയാണ് ഇത്രയും രൂപ ചെലവായി എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കൊടുത്തുകൊണ്ട് ആ പണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നത്? നമ്മളത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പ്രളയകാലത്തും ഇതുപോലെ തന്നെ. ആ പ്രളയകാലത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പ്രളയകാലത്ത് പെട്ടെന്ന് ഉണ്ടായ പ്രളയമാണ്. പ്രളയം പോലെയല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ മണ്ണിടിച്ചിൽ പോലുള്ള പ്രശ്നം. പ്രളയം എന്ന് പറഞ്ഞാൽ വെള്ളം എവിടെ നിന്ന് കയറി വരുന്നു, ആരെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് നമുക്കറിയില്ല. ആ സമയത്ത് കൊടുത്ത കണക്കുകളെല്ലാം, കൊടുത്ത പണം, കിട്ടിയ സമാഹരിച്ച ധനം എല്ലാം പലതരത്തിലുള്ള വെട്ടിപ്പും തട്ടിപ്പും നടത്തി. അത് പുറത്തു വന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ ഈ വെട്ടിപ്പും തട്ടിപ്പും ഈ കണക്ക് കൊടുത്തപ്പോൾ തന്നെ അത് മനസ്സിലായതുകൊണ്ടാണ് കേന്ദ്രം ആദ്യം കണക്ക് നൽകാൻ പറഞ്ഞത്. കേന്ദ്രത്തിന് കണക്ക് നൽകിയപ്പോൾ തന്നെ കേന്ദ്രത്തിന് ധാരണയുണ്ടായിട്ടുണ്ട് ഇതല്ല ഇത്രയും പണത്തിന് ആവശ്യമില്ല എന്ന് ഒരുപക്ഷെ കേന്ദ്രത്തിന് ധാരണയുണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കേന്ദ്രം ഇതുവരെ ആ വിഷയത്തിൽ ഒരു കാര്യവും സംസാരിക്കാത്ത അല്ലെങ്കിൽ നൽകാത്തത്. അവർക്ക് കൃത്യമായ ഒരു കണക്കുണ്ട്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നതെന്ന് കേന്ദ്രത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കേരളം കൊടുക്കുന്ന ഈ തട്ടിപ്പ് കണക്ക്, കേരളത്തിലെ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞവരാണ് കേന്ദ്രത്തിലുള്ളവർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കണക്കുകളുമായി വരുമ്പോൾ പിണറായി വിജയനോട് വീട്ടിൽ പോയിരിക്കാൻ പറയുന്നത്. നമുക്കറിയാം ഈ പല കാര്യങ്ങളും നേരത്തെയും ഇതുപോലെ തന്നെ കിട്ടാനുള്ള കടം കണക്ക് അത് കിട്ടിയില്ല എന്നാണ്. അതായത് കടം ചോദിക്കുന്നത്, കൊടുക്കേണ്ടത് കേന്ദ്രം കൊടുത്താൽ വാങ്ങിക്കുക എന്നുള്ളതല്ലാതെ പിന്നെയും അതിൽ കൂടുതൽ കടം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് പിണറായി വിജയൻ, അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ, ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പരിപാടിക്ക് വന്നിട്ട് മാധ്യമപ്രവർത്തകരോട് ക്യാമറ എല്ലാവരും ഓഫ് ചെയ്ത മാധ്യമപ്രവർത്തകരോട് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട്, ഞാനൊരു കണക്ക് പറയാം, ആ ക്യാമറ എല്ലാവരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ ഒരു ധനമന്ത്രിക്ക്? കാരണം ആവശ്യമില്ലാത്ത കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളത്തിലേത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കേരളം ശ്രീലങ്കയിലെ ഒക്കെ അവസ്ഥയിലേക്ക് എത്തുമെന്ന് റിസർവ് ബാങ്ക് പലതവണ പറഞ്ഞിട്ടും അത് കേൾക്കാതെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരല്ലേ കേരളത്തിലുള്ളത്. ഇവിടെ പിണറായി വിജയനെ ഹോർഡിംഗ് വെക്കാനും ആണെങ്കിൽ കുഴപ്പവുമില്ല. സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കാനില്ല. പെൻഷൻ, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഏറ്റവും കുറവ് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന വാർത്ത വരുന്നു. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? അതിന്റെ വിഹിതം, കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ വിഹിതം ഏറ്റവും കുറവടയ്ക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? കേരളത്തില് പിണറായി വിജയനും കൂട്ടർക്കും CPM-നും അറിയാം ഇനിയൊരു ഭരണമോ ഒന്നും ഉണ്ടാകില്ല. ജീവിതകാലത്ത് CPM ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല. കിട്ടുന്ന പണമെല്ലാം തട്ടിച്ചെടുക്കുക, പിണറായി വിജയന്റെ കൂട്ടർക്കും ഒരു 10 തലമുറ കഴിയാൻ എല്ലാ സഖാക്കന്മാർക്കും പണം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഏത് തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമായ കാര്യമാണ്. അവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ അവർ ആഘോഷിക്കുകയാണ്. യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ നമുക്കറിയാം, സേവാഭാരതിയൊക്കെ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് സേവാഭാരതി അടക്കം പല സംഘടനകളും, സേവാഭാരതിയുടെ 2 പ്രവർത്തകരെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഉരുൾപൊട്ടൽ സമയത്ത് മാത്രം നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എത്രയോ പേരെ പ്രളയകാലത്ത് നഷ്ടമായിട്ടുണ്ട്. അതിന് ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സേവാഭാരതി മാത്രമല്ല കേട്ടോ, എല്ലാ സന്നദ്ധ സംഘടനകളും അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ കേരളത്തിലെ സർക്കാർ അവരുടെ സേവനത്തെ മാനിക്കാതിരിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ കേരള മോഡൽ ഒരു പുതിയ അക്കൗണ്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്രത്തെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ്. കേന്ദ്രത്തിന് ആ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ടാകും. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിക്കൊണ്ട് ഈ ദുരന്തവും ആഘോഷമാക്കാനുള്ള ശ്രമമാണ്, ഈ ദുരന്തവും ധനസമാഹരണത്തിനുള്ള ഒരു മാർഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോഴാണ് ഇപ്പൊ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നോംസ് അനുസരിച്ചുള്ള കണക്കുകൾ അത്തരത്തിൽ പ്രിപ്പയർ ചെയ്തതാണ്. ഇത് ചെലവല്ല, ഇനി ചിലവാക്കാനുള്ളതാണ്, വീടിന് ചിലവാക്കണം. ഇപ്പൊ മറ്റൊരു കണക്ക് വരുന്നുണ്ട്, അതായത് വാഹനങ്ങളുടെയും ഒക്കെ നഷ്ടം പറഞ്ഞുകൊണ്ട്, വാഹനങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് ഏജൻസികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത്. ഏതായാലും പുതിയൊരു കണക്ക് 1500 കോടിയുടെ വേറൊരു കണക്ക് കൂടി ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ധനസമാഹരണം മാത്രമാണ് ലക്ഷ്യം, ജനസേവനമല്ല. പണം ഉണ്ടാക്കുക, തന്റെ തലമുറകൾക്ക് ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സാമ്പത്തികം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും പിണറായി വിജയനും കൂട്ടരും ഒക്കെ. അത് കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, ജനസേവനമല്ല ഇവരുടെ ലക്ഷ്യം. CPM-ന്റെ ജനസേവനം വെറും തട്ടിപ്പാണെന്ന് ഇതിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട്. വളരെ നന്ദി. നന്ദി.